കോൺഗ്രസ് എന്ന പാർട്ടിക്കപ്പുറത്ത് തരൂർ വെറും വട്ടപൂജ്യമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തരൂർ കാലുകുത്തിയപ്പോൾ കണ്ടത്. സാധാരണ തരൂർ വന്നിറങ്ങുമ്പോഴേക്കും വലിയ ആളുമാരവുമാണ് നമ്മൾ കാണാറുള്ളത്. സാധാരണ കൊച്ചിയുടെ MP ആയ ഹൈബി ഈഡനൊക്കെ തരൂരിന്റെ വലിയ ഫാനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കാലുകുത്തിയിട്ടും ഹൈബി ഈഡൻ തരൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏറെ നാളത്തെ ഡൽഹി വാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തരൂർ തലസ്ഥാനത്ത് വന്നത്. സാധാരണ തരൂർ വരുമ്പോൾ വലിയ ആളുമാരവുമൊക്കെ ഉണ്ടാകും. കോൺഗ്രസ് പ്രവർത്തകർ ചുറ്റും കൂടും. എന്നാൽ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ കളി മാറി. സ്വീകരിക്കാൻ പാർട്ടിക്കാർ ഉണ്ടായിരുന്നില്ല, ചില ഇഷ്ടക്കാർ മാത്രം. തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലൂടെ തരൂർ നടക്കുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നാലെ തരൂർ പോയത് എറണാകുളം ജില്ലയിലേക്കാണ്. തലസ്ഥാനം കഴിഞ്ഞാൽ തരൂരിന് ഏറെ വ്യക്തിബന്ധമുള്ള ജില്ലയാണ് എറണാകുളം. ഇവിടത്തെ MP ഹൈബി ഈഡൻ അടക്കമുള്ള ജനപ്രതിനിധികളും നേതാക്കന്മാരുമെല്ലാം തരൂരിന്റെ ആരാധകരാണ്. എന്നാൽ എറണാകുളം ജില്ലയിലെത്തിയ തരൂരിനെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൂട്ടരും. ഒപ്പം നിൽക്കാൻ പ്രവർത്തകരും പിന്നിൽ ശക്തമായ ഒരു പ്രസ്ഥാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് ശശി തരൂരിന് വിലയുള്ളൂവെന്നും വിശ്വപൗരൻ എന്ന പട്ടം വെറും കാഴ്ചവസ്തു മാത്രമാണെന്നും എറണാകുളം DCC തെളിയിച്ചു. കൊച്ചിയിൽ ഉണ്ടായിരുന്നെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ DCC സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനിലും തരൂരിനെ മാറ്റി നിർത്താൻ എറണാകുളം DCC ധൈര്യം കാണിച്ചു. തരൂരിന്റെ മോദി സ്തുതിയോട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അതൃപ്തിയുടെ ആദ്യ ശിക്ഷയായി എറണാകുളം DCCയുടെ വിലക്ക് കണ്ടാൽ മതിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. വിമർശിച്ച ആളാക്കാനുമില്ല, വേദി നൽകി നേതാവാക്കാനുമില്ല, വിട്ടുകളയുക. ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ലൈൻ അതാണ്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എറണാകുളം DCCയിൽ നിന്നുണ്ടായത്. നരേന്ദ്രമോദിയെ പ്രശംസിച്ചു, അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന സർവേ പങ്കുവച്ചും കോൺഗ്രസിനെ തരൂർ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. VD സതീശന്റെ ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പക്ഷേ തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. AICC നിലപാടുകൾ പിന്നാലെ വരട്ടെ, ഇപ്പോൾ തങ്ങൾക്ക് ഹിതമായി എന്ത് തോന്നുന്നുവോ അത് ചെയ്യുമെന്നും എറണാകുളം DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ തരൂർ ജില്ലയിലുള്ളപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് നടത്തുന്ന 4 and 4 All എന്ന ക്യാമ്പയിൻ പരിപാടിയും നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്നു തരൂർ ഈ സമയത്ത് കൊച്ചിയിൽ പോയിട്ട് രാജ്യത്തുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് എന്ന് DCC നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ തരൂരിന്റെ മോദി സ്തുതിയോടും സമീപകാല നിലപാടുകളോടുമുള്ള അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണമെന്നതാണ് വാസ്തവം.